സാറേ ആ മാല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഫയലുകൾ കിട്ടിയാ മതി. പഞ്ചായത്തിന്റെ വിലപിടിപ്പുള്ള ഒരുപാട് രേഖകളുണ്ട് അതില്. പ്രസിഡന്റ് കട്ടുമുടിച്ചതിന്റെ രേഖകളായിരിക്കും പെട്ടിയില്. മെമ്പർ മിനിമോളെ നീ കെട്ടിയപ്പോഴേ വിചാരിച്ചതാ എന്റെ വീട്ടിൽ കള്ളം കയറും. പക്ഷെ ആ കള്ളം നീ ആയിരിക്കും ഞാൻ വിചാരിച്ചത്. ഞങ്ങളുടെ തോമാച്ചനെ കള്ളാന്ന് വിളിക്കേ. ഉമ്മച്ചാ മൂരാച്ചി, തമ്മിൽ തല്ലാനും തുണിപ്പൊക്കെ കാണിക്കാനും ഇത് പഞ്ചായത്ത് കമ്മിറ്റിയല്ല, ഞങ്ങൾ ഇവിടെ തെളിവെടുപ്പിന് വന്നാ, മനസ്സിലായടാ? ശവങ്ങൾ. അതെ, കള്ളനെ കൈയോടെ പിടിച്ച സ്ഥിതിക്ക് മാല ഞാൻ എവിടെന്നെങ്കിലും തപ്പിയെടുത്തോണ്ട് വരാം. കോൺസ്റ്റബിൾ, അവനെ വിളിച്ചേ. കോൺസ്റ്റബിൾ, അവനെ എടുത്തോ. എടോ, തന്നോടാ പറഞ്ഞത്, അവനെ വിളിക്കേ. സാർ പാർട്ടികളും ക്ലീറ്റസ് അല്ലേ ഇത്? പാർട്ടി കള്ളൻ. അതൊന്നും കള്ളൻ. ഈ പാർട്ടി വക്കീല്, പാർട്ടി ഗുണ്ട എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതുപോലെ പാർട്ടിക്ക് വേണ്ടി കക്കുന്ന കള്ളൻ. പോലെ തീർന്നില്ല. ബാങ്ക് മാനേജറോ? അതെ, നമ്പർ ലോക്ക് ആയതുകൊണ്ട് ഇവൻ തുറന്നിട്ടില്ലെന്നാ പറഞ്ഞേ. ഏതായാലും ഉമ്മച്ചനൊന്ന് നോക്കി, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെന്ന് അറിയാലോ. പിന്നെ വിശ്വാസമില്ല. തോമച്ചനും നിന്നേ. വേണ്ട സാറേ, ഒന്നും മിസ്സായിട്ടില്ല, എല്ലാം ഇതിലും. എങ്ങനെയുണ്ട്? അപ്പൊ ആര് പറഞ്ഞിട്ടാണ് ഈ വീട്ടിൽ കയറി മോഷ്ടിച്ചേ? അതീ തോമാച്ചൻ പറഞ്ഞിട്ടേ. തോമാച്ചങ്ങളെ കുന്തമുഴിയുമായി നിൽക്കാതെ പറഞ്ഞു കൊടുക്കി നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ ഈ പെട്ടിയെടുത്തതെന്ന്. അപ്പോ തോമാച്ചനൊന്ന് സ്റ്റേഷൻ വരെ വരേണ്ടി വരും. അത് ഞാൻ. അത് ശരി. അപ്പൊ നിങ്ങൾ ഈ കള്ളന്റെ കുമ്പസാരം കേട്ടിട്ട് എന്നെ സംശയിക്കല്ലേ? ഓ, അപ്പൊ ഞാനായി കള്ളൻ. പെട്ടിയുടെ കാര്യം തീരുമാനമായി. ഇനി മാല. ഓനെ ക്ലീറ്റസേ, മാല എവിടെയാ വെച്ചേ? എനിക്കറിയില്ല സാർ. ഇന്ത്യൻ എത്തിക്സ് വെച്ച് ഞാൻ സ്വർണ്ണം പൈസ നിൽക്കില്ല. ഓൺലി ഫൈൽസ് ആൻഡ് രേഖകൾ മാത്രം. ഓക്കെ, സത്യം പറ, സത്യം പറ. മാല ഞാൻ എടുത്ത് മോഷണം കഴിഞ്ഞ് വരുന്ന വഴിക്ക് കവലയിൽ വെച്ചൊരു അനക്കം കേട്ടപ്പോ ഞാൻ കായലിലേക്ക് എടുത്ത് ചാടി. എന്നിട്ട് കേറി നോക്കിയപ്പോ പോക്കറ്റിൽ മാലല്ലേ സാർ. കായലിൽ പോയിണ്ടാവൂലേ? അതെന്നോടാണോ ചോദിക്കുന്നത്? ഉണ്ട്, കായലുണ്ട് സാർ. മാല കായലിലുണ്ട്. ചത്തോ? ഓ, നിന്നെയൊക്കെ കായലിലെ പായല് വരാൻ വിളിപ്പിച്ചാണോടാ? മര്യാദക്ക് തൊണ്ടി തപ്പി എടുക്കണം. നീ ശരിക്കും ഇവിടെ തന്നെയാണ് ചാടിയത്? ഇവിടെ തന്നെയാണോ എന്ന് ചോദിച്ചാല് ഇവിടെ തന്നെയാ അല്ലേ? ഇവിടെ തന്നെ. അപ്പൊ നിനക്ക് ഉറപ്പില്ലേ? ആണ്, ഇവിടെ തന്നെ. എടാ, ഈ നീയെ ചാടുന്ന സമയത്ത് എന്തെങ്കിലും അടയാളം വെച്ചിരുന്നു? ചാടാൻ നേരത്തെ സാറേ, ഞാൻ ചാടാൻ നേരത്തെ ചന്ദ്രൻ ഇവിടെ ഉദിച്ചു നിന്നത്. ചന്ദ്രൻ ഇവിടെ ഉദിക്കുമ്പോ സൂര്യ ഇവിടെ ഉദിക്കുക. അപ്പൊ കറക്റ്റാ, ഇവിടെ തന്നെ. അവന്റെ ഒരു അടയാളവും ചന്ദ്രനും. നിന്റെ സംശയം ഇപ്പൊ ഞാൻ മാറ്റി തരാം. താൻ എന്താണ് കാണിച്ചേ? മാല എവിടെ ഇട്ടെന്ന് വെച്ചാ മര്യാദക്ക് തപ്പി എടുത്തോണ്ട് വന്നോണം. പോലീസുകാരോട് അവന്റെ കളി. എന്തിനാ സാറേ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നമുക്ക് വിഷം ഇറക്കിക്കാം. സാറേ, പാമ്പ് വിഷമിറക്കി അക്കരെ എത്തി. നോക്കി നിൽക്കാണ്ട് ചാടി പിടിക്കണോ? ഓക്കേ, ബൈ. പുതുജന്മം. Heavy traffic reported ahead. ബ്ലോക്ക് എവിടെ? Continue straight. Heavy traffic reported ahead. ഞാൻ കേൾക്കണോ? അതുകൊണ്ട് കാണണമെന്നില്ല. Turn right. റൈറ്റാ. At the roundabout, take the second exit. ഇതിപ്പോ റോഡ് തീർന്ന്. Keep left. കൊറേ ആയില്ല റൈറ്റും ലെഫ്റ്റും പറയാൻ തുടങ്ങിയിട്ട്. ചേട്ടാ, മീൻചേട്ടാ, ഓ ചേട്ടാ, ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാനേ വല്ല ബോട്ടോ ചെങ്കാറോ വല്ല പാലം വല്ലതും ഉണ്ടാ? ഇവിടുന്ന് വന്ന വഴി 8 കിലോമീറ്റർ തിരിച്ചു പോയാലേ ഒരു പാലം കാണും. അത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് ഒരു 16 കിലോമീറ്റർ സ്പോട്ട് കിട്ടിയല്ല. പച്ചക്കറിക്കാറുള്ളൂ, പൊരിച്ചരിക്കാറുള്ളൂ. അതെ, ജെറ്റർ സ്റ്റുഡിയോ കളേഴ്സ്. അതെ, നീ പറത്തിക്കൊണ്ടിരിക്കുന്ന പുഷ്പമാനം ലാൻഡ് ചെയ്യാറായ എന്നൊരു ഐറ്റം ലാൻഡ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ടിക്കറ്റ്. എന്താ അവനിവിടെ എവിടെയോ വന്നിട്ടുണ്ടെന്നേ. വഴി തെറ്റി നടക്കുക. ലെഫ്റ്റ്. ഇനി ലെഫ്റ്റ് പോയ വെള്ളത്തിൽ പോകും. എന്താണ് ശരി? റെഡി? വഴി തെറ്റിയാ? നിന്നെ കണ്ട വണ്ടി ചാടണം. ഈ ഗൂഗിളിൽ തന്നെ കുറെ വഴി തെറ്റി. ഈ ചേച്ചി കാരണം ഒരു കോളനിക്കാരൻ മൊത്തം ഇടിയിട്ടിട്ടുള്ള എനിക്ക്. Continue straight. എടുത്തോ, ഞാനിവിടെ എത്തി. റെഡി? ഇതാണ് ആള്. ഹലോ, വാ. പിന്നെ വർക്ക് എങ്ങനെയുണ്ട്? ഇത് കണ്ട് ചെറിയ എൽബിയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പഴയ പോലെ നല്ലോ ജീവിക്കണ്ടേ? ചൂടുണ്ടല്ലോ. നൈസ്. കുറച്ച് മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ഭാഗ്യവാൻ. എടുത്തോ. താങ്ക്സ്. അതല്ല, ക്യാഷ് എടുത്തോളെ. അയ്യോ, സോറി. സോറി എനിക്കണ്ട. പിന്നെ നമ്മ ഡീറ്റെയിൽസിന് വേണ്ടി തന്ന മറ്റേ തോറ്റ മാർക്ക് അയച്ചെന്ന് കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. അല്ല, എണ്ണി നോക്കുന്നില്ലേ? ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ അല്ലേ? പിന്നെ ഇതൊന്നും വെച്ച് ഒരു ഗവൺമെന്റ് ജോലിക്ക് അപേക്ഷിക്കാൻ നിൽക്കരുതേ.
വിദേശത്തെ കണ്ടി ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം, നത്തിങ് എനിത്തിങ്, എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ വരട്ടെ. Heavy traffic reported ahead. Keep right. ഞാനിവിടെ എത്തി, തിരിച്ചു പോണേ, ഇനി തിരിച്ചു പോകാനുള്ള വഴി അറിയാം. ചെറുതൊന്ന് ഓഫ് ചെയ്തെന്താ വന്നൊരു ചെക്കനിട്ട് തന്നാണ്, എന്ത് കഷ്ടമാണത്. ഇത്രേ ഉള്ളൂ, ഇത്രക്ക് സിമ്പിളാണാ? ഇതൊന്നിട്ട് എവിടെയും പോലെട്ടാ, നമ്മൾ വഴി വെച്ചും എന്താലേ. ലവേഴ്സിന് വേണ്ടിയാണോ? എങ്ങനെ മനസ്സിലായി? അല്ലാതെ പിന്നെ ഇത്ര പൈസ കൊടുത്തിട്ട് അങ്ങന്മാർക്ക് വേണ്ടി റിസ്ക് എടുത്ത് ഇയാളും പരിപാടിക്ക് നിൽക്കില്ലല്ലോ. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. അല്ല എനിക്കെന്തിനാ ഓൾ ദ ബെസ്റ്റ്? ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോണല്ലേ വേണ്ടി. ഓട്ടെ. ഭയങ്കര എഡ്യൂക്കേഷനാണ്. നിനക്കെങ്ങനെ അറിയാം? പഴയ 6ാം ക്ലാസ് ആണ്.